നമസ്കാരം. ഈശ്വരൻ നൽകുന്ന സൗഭാഗ്യങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ശരിയായ രീതിയിൽ പ്രയോഗിക്കുവാൻ പലർക്കും സാധിക്കണം എന്നില്ല. അത്തരത്തിൽ ഭഗവാൻ നൽകുന്നതായ ചില ശുഭകരമായ സൂചനകൾ അത് നിങ്ങൾ ഒരിക്കലും പുറത്ത് പറയുവാൻ പാടുള്ളതല്ല. പറയുന്നതിലൂടെ നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് നഷ്ടമാവുക. ആ കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ബ്രാഹ്മമുഹൂർത്തത്തിൽ നിത്യവും അറിയാതെ ഉണരുന്നത് ഏറ്റവും ശുഭകരമാണ്. എത്ര ദുരിതത്തിലും അടുപ്പിച്ച് 41 ദിവസങ്ങൾ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അത്തരത്തിൽ ഏവരും ശ്രമിക്കണം. ഒരാഴ്ച ആകുമ്പോഴേക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ നാം ചിന്തിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. എന്നാൽ വെളുപ്പിന് 3 മണി മുതൽ 4:45 ഉള്ളിൽ തണിയെ ഉണരുകയാണ് എങ്കിൽ, അത് ആരും വിളിച്ച് ഉണർത്താതെ തന്നെ ഉണരുന്നു എങ്കിൽ, ഇഷ്ടദേവത അല്ലെങ്കിൽ ഒരു ദൈവികമായ ശക്തി നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. ആ ദിവ്യശക്തി ജന്മജന്മാന്തരങ്ങളായുള്ള പുണ്യത്താൽ ഇപ്രകാരം കൈവരുന്നതാണ് എന്ന കാര്യവും ഓർക്കുക. ദൈവിക ശക്തികളുടെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ബ്രാഹ്മമുഹൂർത്തത്തിൽ ഈ ശക്തി നമ്മെ വിളിച്ചുണർത്തുന്നു എങ്കിൽ ഒരിക്കലും അത് പുറത്ത് പറയാൻ പാടില്ല എന്നാണ് പറയുക. വലിയ ഭാഗ്യം തന്നെയാണ് വന്നു ചേരേണ്ടത്. എന്നാൽ നാം പുറത്ത് പറയുന്നതിനാൽ ഈ വലിയ ഭാഗ്യം വഴിമാറി ചെറിയ നേട്ടങ്ങളിൽ ഒതുങ്ങും. അതിനാൽ തന്നെ ഈ കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. എപ്പോഴും ഈ ശക്തിയുടെ അനുഗ്രഹം നിങ്ങളിൽ നിലനിൽക്കുന്നതുമാണ്. ആരെയും അസൂയപ്പെടുത്തും വിധം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ ഈ കാര്യങ്ങൾ പിന്തുടരേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പ്രാർത്ഥിക്കുന്നതായ സമയം നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നതാകുന്നു. അഥവാ അല്പമെങ്കിലും കണ്ണുകൾ നിറയും, കോരിത്തെരിക്കും. ശരീരത്തിൽ പെട്ടെന്ന് തന്നെ ചൂട് വർദ്ധിക്കുന്നതാകുന്നു. പ്രത്യേകിച്ചും നിങ്ങളുടെ കണ്ണുകൾക്ക് ഇടയിലുള്ള ഭാഗം. ഇവ ശുഭലക്ഷണമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. രാവിലെ ഇങ്ങനെ സംഭവിക്കുന്നത് അഥവാ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ നാം ഏവരും കണക്കാക്കണം. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഇവ പുറത്ത് പറയരുത് എന്നതാണ്. കാരണം നമ്മളിലേക്ക് വന്നു ചേരേണ്ടതായ ഈശ്വരാധീനം, ആ ശുഭകരമായ ഫലങ്ങൾ, പോസിറ്റീവായ ഊർജം, ഭാഗ്യം എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നതിനോ ക്രമാതീതമായി കുറയുന്നതിനോ അത് കാരണമായി തീരും. ദൈവിക ശക്തികളും നമ്മളിലെ ദൈവാംശമായ ആത്മാവും ഒരേ രേഖയിൽ കണക്ട് ആകുമ്പോൾ മാത്രമാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഇത് ഏവർക്കും സംഭവിക്കുന്നതായ ഒരു കാര്യമല്ല, അനുഭവപ്പെടുന്നതായ കാര്യമല്ല. ഇങ്ങനെ എപ്പോൾ സംഭവിച്ചാലും പുറത്ത് പറയാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. വലിയ നേട്ടങ്ങൾ അത് ചെറിയ കാര്യങ്ങളിൽ ഒതുങ്ങും. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈശ്വരൻ നൽകുന്നതായ ഈ സൗഭാഗ്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക. ഈശ്വരാധീനം നിത്യവും വർദ്ധിപ്പിക്കുക. ഉപ്പൻ. രാവിലെ പ്രധാന വാതിൽ തുറക്കുമ്പോൾ ചില കാര്യങ്ങൾ കാണുന്നത്, അതായത് കണിയായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്, വളരെയേറെ ശുഭകരമാണ് എന്ന് പറയാം. അത്തരത്തിൽ ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാണ് രാവിലെ ഉപ്പനെ നിങ്ങൾ കാണുന്നത്. രാവിലെ അല്പസമയം ജനലും വാതിലും നിങ്ങൾ തീർച്ചയായും തുറന്നിടേണ്ടത് അനിവാര്യമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കും, നെഗറ്റീവായ ഊർജത്തെ കുറയ്ക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഈ സമയം ഉപ്പനെ കൂടി കാണുന്നതിലൂടെ വലിയ രീതിയിലുള്ള സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ചെറുതല്ല, വലിയ നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് അസൂയപ്പെടുത്തും വിധം ഉയർച്ച, അതേപോലെ ആരെയും അതിശയിപ്പിക്കുന്നതായ വളർച്ച വന്നു ചേരാൻ പോകുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കാം. വാതിൽ തുറക്കുമ്പോൾ തന്നെ ഉപ്പന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായാണ് കണക്കാക്കുക. വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നതും ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുന്നത്.
ഈ ലക്ഷണങ്ങൾ അഥവാ ഈ സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അത് ഒരിക്കലും പുറത്ത് പറയാൻ പാടില്ല എന്നാണ് പറയുക. പുറത്ത് നിങ്ങൾ പറയുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ അശുഭകരമായ ഫലങ്ങൾ അത് നഷ്ടമാകുന്നതിനും അല്ലെങ്കിൽ ആ ഫലങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്നതിനും കാരണമായി തീരും. ചെറിയ ഫലങ്ങളായിരിക്കും പിന്നീട് ലഭിക്കുക. അപരിചിതരായ വ്യക്തികൾ നിങ്ങളുടെ അടുത്തേക്ക് സഹായം അഭ്യർത്ഥിച്ച് വരികയാണ് എങ്കിൽ അതിൽ ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നു എന്നതാണ് വാസ്തവം. അത് ഈശ്വരാധീനം വർദ്ധിക്കുന്നതിൻ്റെ സൂചന തന്നെയായി കണക്കാക്കാം. തീർച്ചയായും ദേവതകൾ തന്നെ വരുന്നു എന്ന് പറയാം. അത്രമേൽ വിശേഷമാണ് എന്നതാണ് വാസ്തവം. അതിനാൽ നിങ്ങൾക്ക് സാധിക്കുന്നതായ സഹായം നിങ്ങൾ ചെയ്ത് നൽകേണ്ടതുമാകുന്നു. ചെയ്ത സഹായം നിങ്ങൾ പുറത്ത് പറയാൻ പാടില്ല എന്ന പ്രധാനപ്പെട്ട കാര്യവും ഓർക്കുക. അത് രാവിലെ മാത്രമല്ല, എപ്പോൾ സഹായം ചെയ്താലും അതൊരിക്കലും പുറത്ത് പറയുവാൻ പാടുള്ളതല്ല. പുറത്ത് പറയുന്നതിലൂടെ നിങ്ങൾ ചെയ്ത ആ കാര്യത്തിന്റെ പ്രാധാന്യം കുറയുകയും ലഭിക്കേണ്ടതായ ശുഭകരമായ ഫലങ്ങൾ അത് നഷ്ടമാകുന്നതിനും കാരണമായി തീരും. അതിനാൽ ഒരിക്കലും പുറത്ത് പറയരുത്. പല്ലി. വിളക്കിന്റെ അടുത്തായി അല്ലെങ്കിൽ തുളസിത്തറയിൽ പല്ലിയുടെ സാന്നിധ്യം കാണുന്നത് മഹാഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കുക. ആ വീടുകളിൽ ലക്ഷ്മി കടാക്ഷമുണ്ട് എന്നും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ആ വീടുകളിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ലക്ഷ്മി നാരായണ സാന്നിധ്യം എന്ന് തന്നെ പറയാം. അതിനാൽ അത്യപൂർവമായ വീടുകളിൽ മാത്രം സംഭവിക്കുന്നതായ ഒരു കാര്യമാണ് ഇത്. അതിനാൽ ഒരിക്കലും നിങ്ങൾ പുറത്ത് പറയുവാൻ പാടുള്ളതല്ല. അവർ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരായിരിക്കാം. എന്നാൽ ഒരിക്കലും നിങ്ങൾ പുറത്ത് പറയരുത്. ഭാഗ്യം നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും എന്ന കാര്യം ഓർക്കുക. മനസ്സിൽ തന്നെ സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാക്ക നിങ്ങളുടെ വീടുകളിലേക്ക് വരികയും കാക്ക കുഴി കുഴിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് ശുഭകരമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാം. എന്നാൽ ഒരിക്കലും ഇത് പുറമേ പറയുവാൻ പാടുള്ളതല്ല. ഭാഗ്യം നഷ്ടമാകും. അതേപോലെ തന്നെ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ വിളക്ക് ദീർഘനേരം തെളിയുന്നതും കൂടുതൽ സ്വർണ്ണപ്രഭയോടെ തെളിയുകയാണ് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു, ലക്ഷ്മി കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കാം. അതിനാൽ ഇത്തരത്തിൽ സംഭവിക്കുന്നതായ കാര്യങ്ങളും നിങ്ങൾ പുറമേ പറയുവാൻ പാടുള്ളതല്ല. ധാരാളമായി തുളസി വീടുകളിൽ പിടിച്ചു വരുന്നുണ്ട് എങ്കിൽ അത് പുറമേ പറയുന്നത് ശുഭകരമല്ല. അതേപോലെ തന്നെ ധാരാളമായി കുരുവികൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നുണ്ട് എങ്കിൽ, ചെറുകിളികൾ വരുന്നുണ്ട് എങ്കിൽ ആ കാര്യവും പുറത്ത് പറയരുത്. ലക്ഷ്മി സാന്നിധ്യമാണ് അഥവാ ലക്ഷ്മി കടാക്ഷത്താൽ സംഭവിക്കുന്നതായ ഒരു കാര്യമാണ് എന്നാണ് പറയുക. അതിനാൽ ഇത്തരം കാര്യങ്ങൾ പുറമേ പറയരുത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക.